നമ്മൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു ആസ്പെക്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ നോക്കുകയാണ്. ആരൊക്കെ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ഉയർന്നെഴുന്നേറ്റുണ്ടെന്ന്? പലവരും ഇന്ന് യേശു ക്രിസ്തുവിനെ കാണുന്നത് ആ കുരിശെ തന്നെ കിടക്കുക. യേശു ആ കുരിശെ തന്നെ അവിടെ കിടക്കുക ഇപ്പോഴും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്, ആ കുരിശയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി 2000 വർഷം മുമ്പ് ആ യേശു ക്രിസ്തു മരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. പക്ഷെ ഇന്ന് എൻ്റെ നിങ്ങളുടെയും യേശു ക്രിസ്തു ആ കുരിശയിലല്ല സഹോദര സഹോദരി. ഇന്ന് ആ ദൈവം, ആ യേശു, സർവശക്തനായ യേശു ഇന്ന് പിതാവിൻ്റെ വലത്തുവശത്ത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനിരിക്കുകയാണ്. Are you with me? In all his glory, ഹല്ലേലൂയ, എല്ലാ മഹത്വത്തിലും പിതാവിൻ്റെ കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് എനിക്ക് നിങ്ങൾക്കും പല കാര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. പല കാര്യങ്ങളും എനിക്ക് നിങ്ങൾക്കും നേടിയെടുക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. Are you with me? കാരണം ഒരു വചനം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. റോമാർക്കുള്ള ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അവൻ്റെ മരണത്തോട് സാദൃശ്യമായ ഒരു മരണത്തിൽ എനിക്ക് പങ്കാളിത്തമുണ്ടെങ്കിൽ അവൻ്റെ ഉയർപ്പിൻ്റെ സാദൃശ്യമായ ഒരു ഉയർപ്പിലും എനിക്ക് പങ്കാളിത്തമുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഫിലിപ്പിയർക്കുള്ള ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ എല്ലാം ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കുകയാണ്. എന്തുകൊണ്ടാണ്? 2 കാര്യം. ഒന്ന്, ദാറ്റ് ഐ മൈറ്റ് നോ മൈ ലോർഡ് ജീസസ്, യേശു, എൻ്റെ കർത്താവായ യേശുവിനെ എനിക്ക് അറിയുവാനും, പിന്നെ 2ാമത് എന്താണ്, അവൻ്റെ ഉയർപ്പിൽ ഒരു പങ്കാളിത്തം ഉണ്ടാകുവാൻ, അവൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയെ ഒന്ന് അറിയുവാൻ വേണ്ടി. അപ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും പല പല നേട്ടങ്ങളുണ്ട്. അതിലൊരു പല പല നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ വായിച്ച് മനസ്സിലാക്കി കേട്ടു. ഇന്ന് വേറെ ഒന്ന്, ഇന്ന് മനുഷ്യന് ഏറ്റവും ഉള്ള ഒരു മേഖല എന്താണെന്ന് വെച്ചാൽ, അവന് ഒന്നിനും ഒരു കോൺഫിഡൻസ് ഇല്ല. ആയിരുന്നു കോൺഫിഡൻസ് എന്താ സിസ്റ്റർ മലയാളത്തിൽ പറയാം? ബെസ്റ്റ് വേർഡ്, ആത്മധൈര്യമില്ല. കറക്റ്റ്. അവന് ആത്മധൈര്യമില്ല. കാരണം എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, എന്തൊക്കെ സംഭവിക്കാൻ പറ്റും, ഇല്ലാത്തതിനെക്കുറിച്ചൊക്കെ നമ്മളുടെ മനസ്സുകളും വിഷമിച്ച് യു ആർ തിങ്കിങ് അബൌട്ട്. ഞാൻ പലപ്പോഴും നമ്മൾ പറയല്ലേ, നമുക്ക് പാലം എത്തുമ്പോൾ നമുക്ക് പാലത്തെക്കുറിച്ച് ആലോചിക്കാവുന്നത് അല്ലേ. പക്ഷേ ഇന്ന് നമ്മൾ ഇല്ലാത്ത പ്രശ്നങ്ങളെ ഉണ്ടാക്കി ചിന്തിച്ച് നമ്മളുടെ ആത്മധൈര്യം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവത്തിനെ എനിക്കറിയാമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. ദൈവത്തിൻ്റെ വചനം സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇത് കരബലത്താലല്ല, ഇത് സൈന്യബലത്താലല്ല, ഇത് ദൈവത്തിൻ്റെ ആത്മാവിലാണ് എന്ന് സൈന്യങ്ങളുടെ ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് നിങ്ങൾക്കും എന്തെങ്കിലും ചെയ്യുവാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എൻ്റെ നിങ്ങളുടെ കഴിവല്ല. നിങ്ങൾ എന്ന് അത് ഏറ്റു പറയുന്നുവോ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. Are you with me? നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൽ നിനക്ക് എൻ്റെ കൃപ മാത്രം മതി. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കുകയാണ്. എന്ന് വെച്ചാൽ എൻ്റെ ബലഹീനതയുടെ ഇടയിൽ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകും. അപ്പോൾ നമ്മൾ ഒരു വിശ്വാസി എന്ന് പറഞ്ഞ വ്യക്തി മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, അത് എനിക്ക് നിങ്ങൾക്കും എൻ്റെ നിങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നും, അതിൻ്റെ അപ്പുറം ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ സഹായത്താൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ എനിക്ക് എല്ലാം ചെയ്യുവാൻ പറ്റുമെന്നും നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ജീസസ് ഹു സ്ട്രെങ്തൻസ് മീ. അല്ലേ, എനിക്ക് യേശു ക്രിസ്തു എന്നെ ശക്തീകരിക്കുന്ന യേശു ക്രിസ്തു വഴി എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അതാണ് കോൺഫിഡൻസ്. അയ്യുന്നീ, അതാണ് ആത്മധൈര്യം. ആ ആത്മധൈര്യം എന്താണ്? എൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, പക്ഷേ യേശു ക്രിസ്തു എന്നിൽ ഉള്ളതുകൊണ്ട് എനിക്ക് ആത്മധൈര്യമുണ്ട്. ഹല്ലേലൂയ. അതുപോലെ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഇന്നലെ ഇംഗ്ലീഷിൽ 1-2 വചനങ്ങൾ പങ്കുവച്ചിരുന്നു. അത് ഞാനിവിടെ പങ്കുവയ്ക്കാം. ഇത് സോ പവർഫുൾ വേർഡ്സ്. ഒരു നോക്കുകയാണെങ്കിൽ സങ്കീർത്തനം 139 5-ഉം 6-ഉം വായിക്കുകയാണെങ്കിൽ such a great word there. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു, നിന്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. ആമേൻ. അപ്പോൾ നമ്മുടെ സർവ്വശക്തനായ ദൈവം എവിടേക്കാണ് ഉള്ളത്? മുമ്പിലുണ്ട്, പിമ്പിലുണ്ട്, മുകളിലുമുണ്ട്. പിന്നെ നിനക്ക് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ആ അറിവ് എന്താണ് പറയുന്നത്? വചനം അത്യത്ഭുതമാകുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ says this knowledge is too wonderful for me.
ഒന്ന് പറഞ്ഞേ, ടു വണ്ടർഫുൾ. കാരണം എന്താണ്? എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ മുമ്പിൽ ദൈവമുണ്ട്, എൻ്റെ പിമ്പിൽ ദൈവമുണ്ട്, എൻ്റെ മുകളിലും ദൈവമുണ്ട്. പിന്നെ നീ ആരെ ഭയപ്പെടണ്ടേ? ഐ വിത്ത് മീ, ഐ ഹാവ് മൈ എനിക്ക് ആത്മധൈര്യമുണ്ട്. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മുമ്പിൽ നിന്ന് ഒരു ശത്രുവിന് വരാൻ പറ്റിയില്ല, പുറകിൽ നിന്ന് ഒരു ശത്രുവിന് വരാൻ പറ്റിയില്ല, മുകളിൽ നിന്ന് ഒരു ശത്രുവിന് വരാൻ പറ്റിയില്ല. അതിന് പകരം മുകളിൽ നിന്ന് ദൈവം എന്നെ അനുഗ്രഹിക്കുകയാണ്. ഐ വിത്ത് മീ. ആ അറിവ് പറയുന്നതാണ് അത്യത്ഭുതം. ഇറ്റ് ഈസ് ടു വണ്ടർഫുൾ ടു മീ. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം ഞാൻ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾക്ക് സന്തോഷിക്കുവാനും നമുക്ക് സമാധാനം ഉണ്ടാകാനും വകയുണ്ട്. ആരൊക്കെ വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഫിലിപ്പിയർക്ക് ലേഖനം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ ഒരു കോൺഫിഡൻസിനെ കുറിച്ച് പറയുകയാണ്, ഒരു ആത്മധൈര്യത്തെക്കുറിച്ച് പറയുകയാണ്. ഫിലിപ്പിയർക്ക് ലേഖനം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തു യേശുവിൻ്റെ നാൾ വരെ അത് തുടരുമെന്നും പൂർത്തിയാക്കുമെന്നും ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. 1-2 കാര്യങ്ങൾ മനസ്സിലാക്കണം അവിടെ. ഒന്ന്, ഒരു നല്ല പ്രവൃത്തി, അത് ക്രിസ്തുവിൻ്റെ വരവ് വഴി അല്ലേ, നാൾ വരെ, ക്രിസ്തു വരുന്ന നാൾ വരെ അത് പൂർത്തിയാക്കും. ഈ നല്ലതെന്താണ്? നല്ല പ്രവൃത്തി. നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? വല്ലോ ഹോസ്പിറ്റൽ പണിയാണോ? ഹലോ, അല്ലെങ്കിൽ വല്ലോ അനാഥാലയത്തിൽ വല്ലോ സംഭാവന കൊടുക്കുകയാണോ? ഇതൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങൾ അനാഥാലയത്തിൽ സംഭാവന കൊടുക്കണം. പക്ഷെ നല്ല പ്രവൃത്തി എന്ന് ദൈവം പറയുന്നത് വചനത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 29-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ വിശ്വസിക്കുക. അതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അപ്പം നീ എന്നോട് ദൈവം പറയുന്നത് നീ നല്ല പറയും, ഹി ഹു ഹാസ് ബിഗൺ എ ഗുഡ് വർക്ക് ഇൻ യു എന്ന് വെച്ചാൽ നിനക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന ആ ദൈവത്തിൻ്റെ കൃപ ദൈവം നിന്നിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നീ ആ ദൈവത്തിൻ്റെ വചനത്തിലുള്ളതെല്ലാം നിൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കും എന്നാണ് ദൈവം പറയുന്നത്. ഐ വിത്ത് മീ? ഹലോ, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം. ആ വചനത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയാണ് അത് നിൻ്റെ ജീവിതത്തിൽ അത് പൂർത്തീകരിക്കും എന്നാണ് ദൈവം പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വാഗ്ദാനങ്ങളുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനാണ് ദൈവം തരുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യണം, നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 45-ാമത്തെ വചനം നമ്മൾ പലപ്പോഴും ഈയിടെ പറയുന്ന വചനമാണ്. എന്താണ്? ബ്ലെസ്ഡ് ഈസ് ഷീ who believed in the fulfillment of the things that were spoken to her. Are you with me? So ഒന്ന് വായിച്ചത് ലൂക്ക 1:45. കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവർത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അവളോട് അരുളി ചെയ്തത് നിവർത്തീകരിക്കുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൂർത്തീകരണം എവിടെയാണ് സംഭവിക്കുന്നത്? ഞാൻ നിങ്ങളും ആ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ. കാരണം ദൈവത്തിൻ്റെ വചനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ആകാശവും ഭൂമിയും മാറിപ്പോകുമെങ്കിലും എൻ്റെ വചനം ഒരു പുള്ളി പോലും മാറിപ്പോകുകയില്ല. അപ്പോൾ നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് ആ വചനത്തിൽ നിന്ന് നമുക്കത് പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, എല്ലാവർക്കും യേശുവിനെ കാണണം, യേശുവിനെ കുറിച്ചൊരു വെളിപാട് വേണം അല്ലേ, യേശു എന്നോട് സംസാരിക്കണം. അങ്ങനെ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? യേശുവിനെ കാണണം, യേശുവിനെ അറിയണം, യേശു എന്നോട് സംസാരിക്കണം. എങ്കിൽ ഞാനൊന്ന് വായിച്ചു കേൾക്കുക, എവിടെ നിങ്ങളുടെ ഈ ആഗ്രഹങ്ങളൊക്കെ എവിടെ പൂർത്തീകരിക്കുമെന്ന്. 1 സാമുവേൽ 3-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം ഒന്ന് വായിക്കാം. നമ്മൾ മനസ്സിലാക്കും ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട്. ഞാൻ പറയട്ടെ, പലപ്പോഴും പലരും വിചാരിക്കുന്നത് വലിയ സത്യമല്ല, ഒരു തെറ്റായ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഈ വചനമെല്ലാം വല്ല പുരോഹിതന്മാർ വ്യാഖ്യാനിച്ച് തരേണ്ടതാണ്. നമ്മളല്ലേ ആത്മീയരല്ലേ, ആത്മീയർക്ക് ഇതൊന്നും വായിക്കാനോ അത് മനസ്സിലാക്കാനോ ഉള്ള കഴിവ് ദൈവം തന്നിട്ടില്ല, അധികാരവും തന്നിട്ടില്ല. ഇതെൻ്റെ പുരോഹിതൻ ആ ആൾത്താരയിൽ നിന്ന് എന്നോട് പറയുന്നത് ഞാൻ അതുപോലെ തന്നെ മിഴുകണമെന്നാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു സത്യം ഇതുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം മാറാത്ത വചനമാണ്, അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 45-ാമത്തെ വചനത്തിൽ പറയുന്ന വലിയൊരു സത്യമുണ്ട്. എല്ലാവരും ദൈവത്തിൻ്റെ ആത്മാവിനാൽ പഠിപ്പിക്കപ്പെടും. അതിൻ്റെ അടുത്ത വചനമല്ല, അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അങ്ങനെ പഠിപ്പിക്കപ്പെടുന്നവർ മാത്രമേ യേശുവിലേക്ക് വരികയുള്ളൂ. അല്ലാതെ ഞാൻ പറയട്ടെ, ഏത് വചനപ്രഘോഷനോ പറഞ്ഞിട്ട് നിനക്ക് പഠിക്കാൻ പറ്റുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ നിന്റെ ജഡമായ ഈ ചെവിയിലൂടെ കേൾക്കുകയും നമ്മൾ അറിയല്ലേ, ഒരു ചെവിയുടെ കേട്ട് മറ്റേ ചെവിയുടെ പോയെന്ന്.
പക്ഷെ നിന്റെ ഹൃദയത്തിൽ അത് തങ്ങണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നിന്നെ പഠിപ്പിക്കണം. അയ്യുദ്ധി ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയല്ല. അയ്യുദ്ധി ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ സ്വീകരിച്ച് അത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഫലമുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കേട്ട് പോവും. അയ്യുദ്ധി അപ്പോൾ ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് വെളിപാട് വേണമെന്നുണ്ടെങ്കിൽ എവിടെ കിട്ടുമെന്ന് ഈ വചനം പറയുന്നുണ്ട്. വായിച്ചേ. യഹോവ ശീലോവിൽ വച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ശീലോവിൽ വെച്ച് പ്രത്യക്ഷനായി. ആമേൻ. അവിടെ പറയുന്നുണ്ട് യഹോവയെ വെളിപ്പെട്ടത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനത്തിലൂടെ വെളിപ്പെട്ടു. ഹി റിവീൽഡ് ഹിംസെൽഫ് ടു സാമുവൽ ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. എന്നിട്ട് പിന്നെ അടുത്ത വചനം പറയുന്നുണ്ട് ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡ് കെയിം ടു ദ പീപ്പിൾ ത്രൂ ദ പ്രോഫറ്റ് സാമുവൽ. അപ്പോൾ എനിക്ക് നിങ്ങൾക്കും ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും ജ്ഞാനം കിട്ടണമെന്നുണ്ടെങ്കിൽ സഹോദര അത് ഒരിടത്തും പോകണ്ട. ദേ ഇവിടെ ഉണ്ട്. അയ്യുദ്ധി ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് തന്നെ വെളിപാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. അപ്പം നീ ദൈവവചനം എപ്പോൾ സ്വീകരിക്കുന്നുവോ നീ യേശുവിനെ തന്നെയാണ് സ്വീകരിക്കുന്നത്, അല്ലേ? കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം എന്താ പറയുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തിൻ്റെ കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. അയ്യുദ്ധി ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. എനിക്ക് ആ ഒരു കോൺഫിഡൻസ്, ഒരു ആത്മധൈര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആത്മധൈര്യം തരുന്ന ആ ദൈവത്തെ ഞാൻ സ്വന്തമാക്കിയാൽ മതി. ആ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ആത്മധൈര്യം എൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പിന്നെയും ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അത് നമ്മൾ ഒരു തരത്തിൽ നോക്കണം. ഒരു തരത്തിലും നമ്മളുടെ ഭാവിയെക്കുറിച്ചും പലരും ഭയപ്പെടുന്നതാണ്. എൻ്റെ ഭാവി എന്ത് സംഭവിക്കും, അല്ലേ? പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, പിള്ളേർ, പ്രായമായവർ വിചാരിക്കുന്നത് എന്നെ ആരാ കുഴിച്ചിടുക, മരിച്ചാൽ ആരാ എന്നെ കുഴിച്ചിടും. മധ്യവയസ്സുള്ളവർ വിചാരിക്കും ആരെന്നെ കെട്ടും. ഹലോ. പിന്നെ ചെറുപ്പക്കാർക്കുള്ള പ്രയാസമാണ് എൻ്റെ ഭാവി എന്താ, ഞാൻ എന്താവും, ഡോക്ടറാവോ എഞ്ചിനീയറാവോ വക്കീലാവോ എന്താകും എന്നുള്ളത്. ഹലോ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിന്നെക്കുറിച്ചുള്ള ഭാവിയെക്കുറിച്ച് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ എഫെസ്യൻസ് 1-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം പറയുന്നുണ്ട് യേശു നിന്നെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. നീ എവിടെയാ കണ്ടത്? യേശു ക്രിസ്തുവിലാണ് കണ്ടിരിക്കുന്നത് ദൈവം. ഹല്ലേലൂയ. ദിസ് ഒന്ന് വായിച്ചേ, എഫെസ്യൻസ് 1:4. കാരണം പലവർക്കും ഈ ദൈവം എന്നെ ആദ്യം കാണുന്നത് എൻ്റെ അമ്മ എന്നെ എടുത്ത് ഇങ്ങനെ താലോലിക്കുമ്പോഴാണ് ദൈവം എന്നെ ആദ്യമായിട്ട് കാണുന്നത് എന്ന് വിചാരിക്കും. ഹലോ. പക്ഷെ ഞാനൊരു കാര്യം പറയാം മോളെ, ദൈവം നിങ്ങളെ ലോകം ഉണ്ടാക്കിയതിന് മുമ്പ് തന്നെ ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. വായിക്കേ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരഞ്ഞെടുത്തു തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. മതി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൽ നമ്മൾക്ക് നമ്മളെക്കുറിച്ച് തന്നെ അറിയുന്നതിന് മുമ്പ് തന്നെ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സർവ്വശക്തനായ ദൈവം യേശു ക്രിസ്തുവിൽ എന്നെ നിങ്ങളെയും കണ്ടു, വ്യക്തിപരമായി കണ്ടു. അതുകൊണ്ട് ആ കണ്ട ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം പറയുന്നുണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു ആലോചനയുണ്ട്, ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. ആ പദ്ധതി നിൻ്റെ ക്ഷേമത്തിനാണ്, നിൻ്റെ നാശത്തിനല്ല. അത് നിനക്കൊരു പ്രത്യാശയും നിനക്കൊരു ഭാവിയും തരാനാണ്. അയ്യുദ്ധി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്കൊരു കോൺഫിഡൻസ്, നമുക്കൊരു ആത്മധൈര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ ദൈവം എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് എൻ്റെ നന്മയ്ക്ക് മാത്രമേ ദൈവം പദ്ധതി ഉണ്ടാക്കുകയുള്ളൂ. ഹലോ. നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചീത്ത പദ്ധതി ഉണ്ടാക്കുമോ? ഹലോ. ഏറ്റവും നല്ല നമ്മുടെ കഴിവിൻ്റെ അങ്ങേ അറ്റത്തെ പദ്ധതിയല്ലേ ഉണ്ടാക്കുകയുള്ളൂ. നിങ്ങളെക്കാളൊക്കെ ശ്രേഷ്ഠമായി എന്തുമാത്രം കഴിവുള്ളൊരു ദൈവമാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വെളിച്ചമുണ്ടായി, അല്ലേ? അങ്ങനെ ആ സർവശക്തനായ ദൈവം നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതിക്ക് അപ്പുറം വേറൊരു പദ്ധതി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ആ പദ്ധതി ആയിരിക്കുമോ ഏറ്റവും നല്ല പദ്ധതി. ആമേൻ. നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ്, ഞാനൊരു കാര്യം പറയാം, നമ്മൾ എന്തുമാത്രം ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ അപ്പോൾ അവൻ്റെ വിശ്വസ്തത നമുക്ക് വെളിപ്പെട്ട് കിട്ടും. അവനെപ്പോഴും വിശ്വസ്തനാണ് കേട്ടോ, അവൻ നുണ പറയുകയല്ല.
പക്ഷേ നമ്മൾക്ക് അവൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് ഒരു വെളിപാട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ വചനത്തിലും അവൻ്റെ ഉടമ്പടിയിലും വിശ്വസിക്കണം. ഞാൻ വിശ്വസിക്കുമ്പോഴാണ് മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ നീ വിശ്വസിച്ചതനുസരിച്ച് നിനക്ക് സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ അവൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് എനിക്കൊരു വെളിപാട് കിട്ടും. അയ്യുദ്മി അവൻ മാറാത്ത ദൈവമാണ്. ഞാൻ അവനിൽ വിശ്വസിക്കുമ്പോൾ മാത്രമേ അവൻ്റെ ഉടമ്പടി എനിക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അത് സ്വന്തമാക്കുമ്പോഴാണ് അവൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ല വിശ്വസിക്കാത്തവരതും ഒന്ന് പ്രാർത്ഥിച്ചിട്ടോ എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടുകയില്ല, സമയം പോയെന്ന് മാത്രം. അപ്പോൾ നമ്മൾ വിശ്വസിക്കണം. ഏത് മേഖലയായിക്കോട്ടെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു ഉറപ്പുണ്ടാകണം. ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, നമ്മൾ വായിക്കുകയാണെങ്കിൽ അവൻ എന്തുമാത്രം സ്നേഹിക്കുന്ന ദൈവമാണെന്നറിയോ? സങ്കീർത്തനം 89, 33, 34 വചനം ഒന്ന് വായിക്കാമോ? 89, Psalm 89, 33 and 34. ദൈവം പറയുകയാണ്, ഇത് എനിക്ക് നമ്മളെപ്പോഴും വചനം വായിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വായിക്കേണ്ട ഒരു സത്യം ഇതാണ്. ഹലോ, അവിടെ എഴുതിയിരിക്കുന്നത് ചിലപ്പോൾ ദാവീദിനോട് ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ പറഞ്ഞതായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വചനം അത് ഞാൻ സ്വന്തമാക്കണം, അത് എന്നോട് സംസാരിക്കുന്നതായിട്ട് എടുക്കണം. ഐ വിത്ത് മീ. അല്ലാതെ ഇത് ചരിത്രമാണ്. നമ്മൾ അക്ബറിനെ കുറിച്ചും ഷാജഹാനെ കുറിച്ചും നെപ്പോളിയനെ കുറിച്ചൊക്കെ പഠിച്ചു, അതുപോലെ ദാവീദിനെ കുറിച്ച് വേറൊരു രാജാവിനെ കുറിച്ച് പഠിക്കുക അല്ല. ഐ വിത്ത് മീ. ദാവീദിനോട് ദൈവം പറഞ്ഞത് അത് എന്നോടും പറയുന്നതാണ്. കാരണം ദൈവത്തിൻ്റെ വചനം ഹെബ്രായർക്കുള്ള പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു അന്നും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. വായിച്ചേ. എങ്കിലും ഞാൻ എൻ്റെ ആർദ്ര കരുണ അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല, എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയില്ല. ഞാൻ എൻ്റെ നിയമം ലംഘിക്കുകയോ എൻ്റെ അധരങ്ങൾ ഉച്ചരിച്ചതിനെ വ്യത്യാസപ്പെടുത്തുകയോ ഇല്ല. ഞാനൊന്ന് ഇംഗ്ലീഷിൽ വായിക്കാം. ദൈവം ദാവീദിനോട് പറയുക അല്ല, ദൈവം എന്നോട് പറയുക. എന്ന് പറഞ്ഞാൽ എന്നോട് പറയുന്നത്. ആമേൻ. എന്താണ് പറയുന്നത്? Nevertheless, my loving kindness I will not utterly take from him, nor allow my faithfulness to fail. My covenant I will not break, nor alter the word that has gone out of my lips. അവൻ മാറാത്ത ദൈവമാണ്. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കണം. ഈ ലവിങ് കൈൻഡ്നെസ്സും അവൻ മാറാത്ത ദൈവമാണ് എന്നുള്ള പറഞ്ഞപ്പോൾ I am inspired to tell you one more word from the book of Hebrews chapter 6. Turn with me. നമ്മൾ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുള്ള വചനം, എങ്കിലും നമ്മൾ കേൾക്കണം. ഇത് കേട്ട് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മളുടെ ഇറ്റ് മസ്റ്റ് ബിക്കം പാർട്ട് ഓഫ് യുവർ ലൈഫ്. ഹീബ്രൂസ് 6-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം. That by two immutable things in which it is impossible for God to lie, we might have strong consolation. Consolation എന്ന് പറയുന്നത് comfort. ഹലോ, consolation. എന്തിലാണ് consolation? Because it is impossible for God to lie. And we have fled for refuge to lay hold of the hope set before us. So ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ബോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആമേൻ. There are two immutable. Immutable എന്ന് പറഞ്ഞാൽ എന്താ? മാറാത്തത്. Immutable. അത് ആർക്കും ഒരു പിശാചിനും മാറ്റാൻ പറ്റുകയില്ല. എന്താണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം? ഒന്ന്, ദ കവണന്റ് ഓഫ് ഗോഡ്. ദ കവണന്റ് ഓഫ് ഗോഡ്. മറ്റത് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്, ഓഫ് ദ നേച്ചർ ഓഫ് ഗോഡ്. ദ നേച്ചർ ഓഫ് ഗോഡ് എന്താണ്? ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദാറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. കാരണം അവൻ ദൈവമാണ്. Are you with me? That is one thing which cannot change. The nature of God. Nothing is impossible for God. Hallelujah. മറ്റത് the covenant of God. എന്താണ്? ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനം മാറുകയില്ല. Hallelujah. Are you with me? ഈ രണ്ട് കാര്യം എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ പിന്നെ ഈ ക്രിസ്തീയ ജീവിതം എന്നാ പറയുന്നത്? ഈസ് എ കേക്ക് വാക്ക്. ഇറ്റ്സ് എ കേക്ക് വാക്ക്. കാരണം എന്താണ്? എനിക്ക് വേണ്ടതൊക്കെ ദൈവം ഇവിടെ തന്നിട്ടുണ്ട്. ഇത് മാറാത്ത വചനമാണ് അല്ലേ? ഇത് മാറാത്ത വചനമാണ്. ഇത് പറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക്
എല്ലാം ചെയ്യുവാൻ സാധിക്കും. ഹല്ലേലൂയ. അതിൻ്റെ വളരെ വ്യക്തമായിട്ടൊരു ഉദാഹരണം വെച്ചാൽ റോമാർക്ക് ലേഖനം 4-ാമത്തെ അധ്യായം വായിക്കുകയാണെങ്കിൽ എബ്രഹാമിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ എബ്രഹാമിന് ഈ 75 വയസ്സിൽ ഈ കിളവിന് ഒരു കുഞ്ഞുണ്ടാകുമെന്ന് ദൈവം വന്ന് പറഞ്ഞു അല്ലേ? ഇറ്റ് വാസ് എ ജോക്ക് ആണോ? അല്ല, അത് സത്യമാണ്. ഇറ്റ് വാസ് നോട്ട് എ ജോക്ക്. ജോക്കാണെന്ന് വിചാരിച്ച് എബ്രഹാം ചിരിച്ചു അല്ലേ? സാറായും ചിരിച്ചു. നമ്മൾ ജോക്ക് പറയുമ്പോൾ ചിരിക്കുകയല്ലേ? ഹലോ അല്ലേ? ജോക്ക് കേൾക്കുമ്പോൾ ജോക്കിന് തമ്മിലാണ് പറയുന്നത്, തമാശ പറയുമ്പോൾ ചിരിക്കുകയല്ലേ? ഈ 75 വയസ്സായ കളവനും യൂട്രസ് എടുത്ത് കളഞ്ഞ ആ സാറായിക്കും എന്നാ പറഞ്ഞേ, യൂട്രസ് വാസ് ഡെഡ് എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞത്. യൂട്രസ് എടുത്ത് കളഞ്ഞ സാറായിക്കും ഈ കിളവനായ എബ്രഹാമിനും കൂടെ ഒരു കുഞ്ഞുണ്ടാകുമെന്ന്. അപ്പോൾ അവർ എന്ന് ചിരിച്ചു. പക്ഷേ ഞാൻ പറയാം, അത് ദൈവത്തിൻ്റെ ലോകത്തിൻ്റെ നോക്കുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യമാണ്. ഇറ്റ് ഇസ് എ ഫാക്റ്റ്. പക്ഷെ ആ ഫാക്റ്റിനെ ഓവർ റൈഡ് ചെയ്യുന്നത്, ഫാക്റ്റിൻ്റെ മുകളിൽ ആധിപത്യമുള്ള ഒരു കാര്യമുണ്ട്, സത്യം. ഫാക്റ്റ് എന്താണ്? അവർക്ക് കുഞ്ഞുണ്ടാകുകയില്ല. സത്യം എന്താണ്? വചനമാണ്. വചനം പറയുന്നു നിനക്കൊരു കുഞ്ഞുണ്ടാകും. അതുകൊണ്ടാണ് റോമാർക്ക് ലേഖനം 4-ാമത്തെ അധ്യായം വായിക്കുകയാണെങ്കിൽ എബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ഹി ബിലീവ്ഡ് ദാറ്റ് ഹി ഹു പ്രോമിസ്ഡ് ഈസ് ഏബിൾ ടു പെർഫോം. വാഗ്ദാനം ചെയ്തവൻ നിർവഹിക്കുവാനായിട്ട് കഴിവുണ്ട് എന്ന് എബ്രഹാം വിശ്വസിച്ചു. അയുദ്നി, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നിനക്ക് അസാധ്യമായ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അല്ലേ? ഹലോ, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ഇതിന് ഉത്തരമില്ല എന്ന് നീ തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ നീ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാഗ്ദാനം ചെയ്തവൻ പ്രവർത്തിക്കുവാൻ കഴിവുണ്ട് എന്ന് നീ വിശ്വസിച്ചാൽ, എബ്രഹാമിന് 100 വയസ്സായപ്പോഴാണ് കുഞ്ഞിനെ കിട്ടിയത്. ഹലോ, അതുപോലെ നിനക്കും ദൈവത്തിൻ്റെ ആ വചനത്തിൻ്റെ മഹത്വം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് യു മസ്റ്റ് ഹാവ് കോൺഫിഡൻസ്. സഹോദരൻ, ഞാൻ പറയുമ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക്, ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഇറ്റ്സ് എ റോങ് വേർഡ്, ഒരു വിശ്വാസം എന്തിനാ? ഹല്ലേലൂയ. നമ്മൾ പറയുന്നത് വേറെ കാര്യമുണ്ട്, വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ പിശാച് യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പിശാച് എന്നെ നിങ്ങളെക്കാൾ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ യേശുവും മഹേശനും സർവശക്തനും ജഗദീശൻ എന്നൊക്കെയല്ലേ വിളിക്കുന്നത്. പക്ഷേ പിശാച് അങ്ങനെയൊന്നുമല്ല ദൈവത്തെ വിളിക്കുന്നത്. പിശാച് വിളിക്കുന്നത് മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവേ എന്നാണ് അവൻ വിളിക്കുന്നത്. അതോ, അവൻ പിശാചും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പിശാചിന് അവനിൽ ആശ്രയിക്കുന്നില്ല. അവൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിലല്ല പിശാച് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, ആ യേശുവിൽ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനത്തിലുള്ള ഓരോ വാഗ്ദാനവും എനിക്ക് ദൈവം വ്യക്തിപരമായി തന്നിരിക്കുന്ന ഉടമ്പടിയാണ്. അത് എനിക്ക് നിങ്ങൾക്കും സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ആ ഉടമ്പടി ദൈവം പാലിക്കുന്ന ദൈവമാണ്. അത് പിന്നെ പറയുന്നത് ദൈവത്തിൻ്റെ വചനം എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം 35-36 വചനം വായിക്കുകയാണെങ്കിൽ എനിക്കൊരു ആത്മധൈര്യം വേണം, കോൺഫിഡൻസ്. കാരണം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് എനിക്ക് അനുഗ്രഹങ്ങൾ തരാനാണ്. അത് ഒരനുഗ്രഹം എന്താണ്? കോൺഫിഡൻസ്, ആത്മധൈര്യം. ഏത് സാഹചര്യമാണെങ്കിലും എനിക്ക് അവരുടെ വിജയം കിട്ടുമെന്നുള്ള കോൺഫിഡൻസ്. ഹല്ലേലൂയ. ഏത് രോഗമായിക്കോട്ടെ അവിടെ എനിക്ക് സൗഖ്യം കിട്ടും എന്നുള്ള കോൺഫിഡൻസ്. ഹല്ലേലൂയ. ഏറ്റെടുക്കണം കേട്ടോ, ഏറ്റെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താണ്? ഇതിൻ്റെ എല്ലാത്തിൻ്റെ മുകളിലാണ് നമ്മളുടെ യേശു ഇരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? എഫീഷ്യൻസ് 1-ാമത്തെ അധ്യായം അല്ലേ 20-21 വചനങ്ങളൊക്കെ വായിക്കുകയാണ്. പറയുന്നുണ്ട്, ഹി ഈസ് സീറ്റഡ് ഇൻ ദ ഹെവൻലീസ് ഫാർ അബവ് എവറി പ്രിൻസിപ്പാലിറ്റി ആൻഡ് പവർ ആൻഡ് എവറി ഡൊമീനിയൻ ആൻഡ് മൈറ്റ് ആൻഡ് എവറി നെയിം ദറ്റ് ഈസ് നെയിംഡ് നോട്ട് ഓൺലി ഇൻ ദിസ് ഏജ് ബട്ട് ഇൻ ദ ഏജ് ടു കം. അല്ലേ? അപ്പോൾ നിൻ്റെ രോഗം ക്യാൻസർ ആണെങ്കിൽ ക്യാൻസറിൻ്റെ മുകളിലാണ് യേശു ഇരിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ രോഗം എന്തെങ്കിലും ആയിക്കോട്ടെ, ആ രോഗത്തിൻ്റെ മുകളിലാണ് യേശു ഇരിക്കുന്നത്. നിനക്ക് കടബാധ്യത ഉണ്ടായിരിക്കാം, ആ കടബാധ്യതയുടെ മുകളിലാണ് യേശു ഇരിക്കുന്നത്. ഹലോ, നിനക്ക് എന്തെങ്കിലും ബന്ധനമുണ്ടായിരിക്കാം, ആ ബന്ധനത്തിൻ്റെ മുകളിലാണ് യേശു ഇരിക്കുന്നത്. എല്ലാത്തിൻ്റെ മുകളിൽ ആധിപത്യം കൽപ്പിച്ചിരിക്കുന്നതാണ് നമ്മളുടെ ദൈവം. ഹി ഹാസ് അതോറിറ്റി ഓവർ എവറിത്തിങ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഫിലിപ്പിയർക്ക് 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ദൈവം യേശുവിനൊരു നാമം കൊടുത്തു, എ നെയിം വിച്ച് ഇസ് അബവ് ഓൾ നെയിംസ്. ഹലോ, അവിടെ പറയുന്നത് പലരും വിചാരിക്കും എബവ് ഓൾ നെയിംസ് എല്ലാ പുണ്യാളന്മാരുടെ മുകളിലാണ്. ഹലോ, എല്ലാ പുണ്യാളന്മാരുടെ മുകളിലല്ല. എല്ലാ നാമങ്ങളും, എന്തിനെങ്കിലും ഒരു നാമം ഉണ്ടെങ്കിൽ അതിനേക്കാൾ മുകളിലാണ്. അയ്യുന്നീ, രോഗത്തിൻ്റെ നാമം ഉണ്ടെങ്കിൽ അതിന് മുകളിലാണ്. വല്ല ശാപത്തിൻ്റെ നാമം ഉണ്ടെങ്കിൽ അതിന് മുകളിലാണ്. വല്ല ബന്ധനത്തിൻ്റെ നാമം ഉണ്ടെങ്കിൽ അതിന് മുകളിലാണ്. അയ്യുന്നീ, he is seated in the heavenlies far above every principality. പിന്നെ പറയുന്നത് എല്ലാ മുട്ടുകളും അവന് മുകളിൽ മടങ്ങും. Every knee shall bow before him. എവിടേക്കാ? ഈ ലോകത്തിൽ മാത്രമല്ല, in heaven, on earth and under the earth. Every knee shall bow before him in worship.
ഇത് മനസ്സിലാക്കണം. ആ ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സ്വന്തമാക്കേണ്ടത്. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ദൈവപുത്രനെ സ്വന്തമാക്കുകയും എന്താ സ്വന്തമാക്കുന്നത്? ജീവനെയാണ് സ്വന്തമാക്കുന്നത്. ആ ജീവൻ എങ്ങനത്തെ ജീവനാണ്? ചിന്ന ചിന്ന ജീവനാണോ? അല്ല, സമൃദ്ധമായ ജീവനാണ്. Are you with me? Hallelujah. സഞ്ചാരി ഭയപ്പെടേണ്ട, യാതൊന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാതൊന്ന ദൈവം കൂടെയുണ്ട്. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാതൊന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാതൊന്ന ദൈവം കൂടെയുണ്ട്. രോഗിയാ ഞാൻ തളർന്നാലും, ദേഹമെല്ലാം ക്ഷയിച്ചാലും, രോഗിയായി ഞാൻ തളർന്നാലും, ദേഹമെല്ലാം ക്ഷയിച്ചാലും, ആണികളാൽ മുറിവേറ്റ പാണികളാൽ സുഖമേ, ആണികളാൽ മുറിവേറ്റ പാണികളാൽ സുഖമേ. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാതൊന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാതൊന്ന ദൈവം കൂടെയുണ്ട്. വാക്കു തന്നോർ മാറുകില്ല, വാഗ്ദത്തങ്ങൾ പാലിച്ചിടും. വാക്കു തന്നോർ മാറുകില്ല, വാഗ്ദത്തങ്ങൾ പാലിച്ചിടും. ഊരിരുളിൽ താഴ്വരയിൽ കൂടെയുണ്ടെൻ നല്ലിടയിൽ. ഊരിരുളിൽ താഴ്വരയിൽ കൂടെയുണ്ടെൻ നല്ലിടയിൽ. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാതൊന്ന ദൈവം കൂടെയുണ്ടാമേ. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട,